മഹാലക്ഷ്മി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണൻ മലയ്ക്ക് പോകാനായിട്ട് മാലയിട്ടത് ആർക്കും തന്നെ അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. എന്തായാലും ആ ഒരു ദിവസം തന്നെയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മേഘനാഥൻ കഞ്ചാവ് കേസിൽ അറസ്റ്റിലാവുന്നതും. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ദുർഗയോട് വന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദുർഗയ്ക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ ഷോക്കാവുകയാണ്. അങ്ങനെ കണ്ണൻ പറയും, തെറ്റ് ചെയ്ത മേഘനാഥനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാതെ സ്വന്തം മകളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട്. അങ്ങനെ ദുർഗയും മേഘനാഥന്റെ ആ ഒരു തെറ്റുകളൊക്കെ ഏകദേശം മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. അതായത് സ്വന്തമായിട്ടൊരു പെണ്ണ് സ്നേഹിക്കുന്ന സമയത്ത് കാമുകയിൽ കുഞ്ഞുണ്ടായാൽ ഏത് പെണ്ണാടാ സഹിക്കുക എന്നൊക്കെ ഉണ്ണിയോട് മഞ്ജുവിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തായാലും മാർക്കോയാണെങ്കിൽ മേഘനാഥനെ കാണാനായിട്ട് ജയിലിലേക്ക് പോവുകയാണ്. അങ്ങനെ മാർക്കോ അവിടെ വെച്ചിട്ട് മേഘനാഥനോട് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും പറയുന്നുണ്ട്. താനാണ് മേഘനാഥനെ കുടുക്കിയതെന്നും 1 കിലോ കഞ്ചാവിലധികം വെച്ചിട്ടുണ്ട്, ഉറപ്പായിട്ടും സ്റ്റേഷൻ ജാമ്യം പോലും കിട്ടില്ല എന്നും, സാഗറിനെ ചതിച്ചതുപോലെ തന്നെയാണ് നിന്നെ ഞാൻ ചതിച്ചിരിക്കുന്നതെന്നും, സാഗറിനെ ചതിക്കാൻ നീ ഉപയോഗിച്ച എല്ലാ വഴികളും ഞങ്ങൾ തെളിവ് സഹിതം കണ്ടെത്തി എന്നൊക്കെ പറയുകയാണ്. അതായത് തോമസ് വൈദ്യ എല്ലാ തെളിവ് സഹിതം കണ്ടുപിടിച്ചല്ലോ, അത് തന്നെ. ഇതൊക്കെ കേട്ട് മേഘനാഥനാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. ഇനി ഞങ്ങളുടെ അടുത്തത് എങ്ങനെയെങ്കിലും സാഗറിനെ കേസിൽ നിന്നും പൂർണ്ണമായിട്ടും രക്ഷിക്കുക. അത് അടുത്ത ദിവസം തന്നെ നീ കാണൂടാ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്തായാലും നീ അടുത്തെങ്ങും പുറത്തിറങ്ങാൻ പോകുന്നില്ല. ഇനിയുള്ള ശിഷ്ടകാലം നിന്റെ ജയിലിൽ തന്നെ ആയിരിക്കും. പിന്നെ സാഗറിനെയും മഞ്ജുവിനെയും ഉപദ്രവിക്കാനാണ് നിന്റെ പ്ലാനിങ് എന്നുണ്ടെങ്കിൽ അവരുടെ നേലായി തന്നെ ഞാനുണ്ട്. അത് നിനക്ക് നടക്കില്ല. സ്വന്തം കാര്യം നോക്കി നടന്നാൽ അത്രയ്ക്കും നല്ലത്. അവരൊരിക്കലും പിരിയില്ല. കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെയും പോലെ തന്നെ അവരും ഒരുമിച്ച് തന്നെ ജീവിക്കും. ഇതൊക്കെ കേട്ട് മേഘനാഥനാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ്. അവനാണെങ്കിൽ എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ആകെ ആരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥയിൽ തന്നെയാണ്. പിന്നീട് മലയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് തോമസ് വൈദ്യനെ കാണാനായിട്ട് മഹാലക്ഷ്മിയും കണ്ണനും എത്തുന്നുണ്ട്. കണ്ണൻ മാലയിട്ടത് കാണുമ്പോൾ തന്നെ തോമസ് വൈദ്യന് ഒത്തിരി സന്തോഷമാവുകയാണ്. അങ്ങനെ മേഘനാഥൻ അറസ്റ്റിലായ കാര്യങ്ങളൊക്കെ തന്നെ കണ്ണൻ പറയുന്നുണ്ട്. എല്ലാം താൻ അറിഞ്ഞു എന്നും, പിന്നെ ഈ പറയുന്ന സാഗർ ഉണ്ടല്ലോ, അവൻ യഥാർത്ഥത്തിൽ പ്രതിയല്ല, അവനെ ശരിക്കും ഈ മേഘനാഥൻ ചതിച്ചതാണെന്നൊക്കെ തന്നെ തോമസ് വൈദ്യൻ കണ്ണനോടും മഹിയോടും പറയുന്നു. ഇത് കേൾക്കുന്ന കണ്ണനും മഹിയും ഷോക്കാവുകയാണ്. അപ്പൊ സാഗർ ഇല്ല, അവൻ തെറ്റുകാരനല്ല, എല്ലാ തരത്തിലും ഞാൻ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്, മാർക്കോക്ക് ഞാൻ കാണിച്ചു കൊടുത്തിരുന്നു, നിങ്ങളും കണ്ടോ എന്ന് പറഞ്ഞ് തോമസ് വൈദ്യനാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ട് ആകെ ഷോക്കായി പോവാണ് കണ്ണനും മഹിയും. അങ്ങനെ മഹിക്കാണെങ്കിൽ കുറ്റബോധം തോന്നുകയാണ്. കാരണം സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കണം എന്ന് കരുതി വന്ന ആ സാഗറിനെ വർക്ക് സൈറ്റിൽ നിന്നും പുറത്താക്കിയതും അതിന്റെ പേരിൽ മഞ്ജു വന്ന് അവളോട് കണ്ണീരോടെ ഓരോന്ന് പറഞ്ഞതൊക്കെ തന്നെ മഹി ഓർക്കുന്നു. അങ്ങനെ മഹിയാണെങ്കിൽ ആകെ സങ്കടത്തിൽ നിൽക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, വിഷമിക്കണ്ട, സത്യങ്ങൾ അറിയാതെയാണല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്തായാലും അവൻ തെറ്റുകാരനല്ലെന്ന് ഉള്ള കാര്യം ബോധ്യപ്പെട്ടു. ഇനി അവന്റെ കയ്യിൽ മഞ്ജു സുരക്ഷിതയായിരിക്കും. പിന്നെ ആർക്കായാലും നന്നാവാൻ ഒരു അവസരം കൊടുക്കണമല്ലോ. ഇനി അവൻ അധ്വാനിച്ച് തന്നെ ജീവിക്കണം. സാറ് അവന് തിരിച്ചെടുക്കലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ തോമസ് വൈദ്യൻ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ഒരിക്കലും ഇനി അവനെ തിരിച്ചെടുക്കാൻ പോകുന്നില്ല. അവന് പിന്നെയും ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയേക്കാം. കണ്ണൻ ഒരു കാര്യം ചെയ്യണം, കമലേശ്വരത്ത് തന്നെ അവനൊരു ജോലി തരപ്പെടുത്തി കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ കണ്ണനാണെങ്കിൽ മഹിയെ നോക്കുന്നു. മഹിക്കാണെങ്കിൽ വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അവളും അത് തന്നെയാണ് ശരിവെക്കുന്നത്. എന്തായാലും സാഗർ ഇനി പഴയതുപോലെ ആവില്ല എന്ന് 100% ഉറപ്പാണ്. അവന്റെ കയ്യിൽ മഞ്ജു സുരക്ഷിതയാണെന്നും അവർക്ക് ജീവിക്കാൻ, ആരെയും പേടിക്കാതെ ജീവിക്കാൻ കമലേശ്വരൻ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്നും തോമസ് വൈദ്യൻ കണ്ണനോട് പറയുന്നു. അവിടെയാകുമ്പോൾ ആരും അവനെ കയറി തൊടാനായിട്ട് വരില്ല. പിന്നെ ഉണ്ണിയല്ലേ, അവൻ മഹിക്കപ്പുറം ചലിക്കില്ല എന്നൊക്കെ കണ്ണനും മഹാലക്ഷ്മിക്ക് അറിയാലോ. എന്തായാലും അവരത് തീരുമാനിക്കുന്നു, സാഗറിനെ കമലേശ്വരം കമ്പനിയിലേക്ക് ജോലിക്ക് എടുക്കാനായിട്ട്. അങ്ങനെ തോമസ് വൈദ്യൻ പറയുന്നുണ്ട്, കണ്ണന് കുറച്ചുകൂടി ചികിത്സ ബാക്കിയുണ്ട്, മലയ്ക്ക് പോകുന്നതിന് മുമ്പായി തന്നെ അത് പൂർത്തീകരിക്കണം. ഒരുപക്ഷെ കണ്ണൻ സ്വന്തം കാലുകൾ കൊണ്ട് തന്നെ ആ 18 പടിയും ചവിട്ടും. അങ്ങനെ ആവാനാണ് ഞാനും എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇത് കേട്ട് കണ്ണനും മഹിക്കും ഒത്തിരി സന്തോഷമാവുകയാണ്. അങ്ങനെ കണ്ണനും മഹിയും പറയുന്നുണ്ട്, മലയ്ക്ക് പോകാൻ മാലയിട്ടത് ആർക്കും തന്നെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. അതൊന്നും സാരല്ല, നിങ്ങൾക്ക് നേരെ ആരെങ്കിലും എന്തെങ്കിലും അസ്ത്രം പ്രയോഗിക്കുകയാണെങ്കിൽ അവർക്ക് തന്നെ അത് തിരിച്ചടിക്കും. അതിപ്പോ ഒരുപാട് കാര്യങ്ങളിൽ തെളിഞ്ഞതല്ലേ എന്നൊക്കെ തോമസ് വൈദ്യൻ ചോദിക്കുന്നു. എന്തായാലും കണ്ണനും മഹിക്കും ഒത്തിരി സന്തോഷമാവുകയാണ്. കാരണം മറ്റൊന്നല്ല, സാഗർ നിരപരാധിയാണെന്ന് തെളിയുകയും അവൻ യഥാർത്ഥത്തിൽ മാറി എന്ന് പ്രൂവ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണല്ലോ. അങ്ങനെ മഞ്ജുവിന്റെ ജീവിതം ഇനി സേഫ് ആയിരിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും സാഗർ കോടതിയിലേക്ക് എത്തുന്ന സമയത്ത് സാഗറിന് തെളിവ് സഹിതം ആനന്ദു കേസിൽ നിന്ന് ഊരിക്കൊണ്ടുവരും. അങ്ങനെ മഞ്ജു ആണെങ്കിൽ ഒരുപാട് പ്രാർത്ഥിച്ചതുപോലെ തന്നെ തങ്ങളുടെ ജീവിതം കലങ്ങി തെളിയാനും പോകുന്നു. ശത്രുക്കൾക്ക് തിരിച്ചടിയായി തന്നെയാണ് സാഗറും മഞ്ജുവും ഇനി ജീവിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ കാത്തിരിക്കാൻ നമുക്ക് ലേറ്റസ്റ്റ് എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.